ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും രൂപാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ലാംബ് റാക്ക് റെസിപ്പിയാണ്. അതിനു വേണ്ടി ഞാനൊരു ഫുൾ കട്ട് മീറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മീറ്റൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വലിയ ബൗളാണെങ്കിൽ കുറേ കൂടി ഈസി ആയിട്ട് നമുക്ക് എല്ലാ മസാലയ്ക്കും അങ്ങ് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒലീവ് ഓയിലാണ്. 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഒന്നും നിങ്ങളിതിലേക്ക് ചേർക്കരുത്. നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് നമ്മൾ ഒലീവ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം നിൽക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് ബോൾസാമിക് വിനീഗറാണ്. നമ്മുടെ വീടുകളിൽ എപ്പോഴും വൈറ്റ് വിനീഗർ ആയിരിക്കും അവൈലബിൾ. പക്ഷേ ഈ റെസിപ്പിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് കളറിലെ ഈ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പപ്രിക്ക പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. അത് ഞാൻ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി ചില്ലി ഫ്ലേക്സ് ഒരു 1/2 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി സോൾട്ടാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഇത് ഞാൻ 2 മണിക്കൂറത്തേക്കാണ് കേട്ടോ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ സോൾട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 2 വെളുത്തുള്ളിയുടെ അല്ലി നല്ലപോലെ ചതച്ചിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഈ മീറ്റിലേക്ക് നമുക്ക് ഈ മസാലകളെല്ലാം തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂറത്തേക്ക് ഇതും ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ പേസ്റ്റ് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്, ഇതിൻ്റെ എന്തോരം ചേർക്കണം, എന്തൊക്കെ ചേർക്കണം എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതാം കേട്ടോ. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലാണെങ്കിലും ഞാൻ എഴുതാം. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഇല്ലേ, നമ്മളിത് ഈ മീറ്റ് ഓവർനൈറ്റാണ് നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് സോൾട്ട് ചേർക്കരുത് കേട്ടോ. എപ്പോഴാണ് നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി വെക്കുന്നത് ആ സമയത്ത് മാത്രം നമ്മൾ സോൾട്ട് ചേർത്താൽ മതി. ഇത് ഓവർനൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ആ ഒരു ഇത് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ 2 hours അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ആഡ് ചെയ്തത് സോൾട്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ തയ്യാറാക്കുന്ന പേസ്റ്റ് തിക്കായിട്ട് വേണം തയ്യാറാക്കാൻ കേട്ടോ. ഇനി അത് നമുക്ക് ഈ മീറ്റിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതിലൊക്കെയാണ് ഈ മീറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ തരുന്ന മെയിൻ പേസ്റ്റ് എന്നൊക്കെ പറയണത് ഇതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ലാമ്പിലെല്ലാം പേസ്റ്റെല്ലാം തേച്ച് നല്ലോണം പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓവനിലാണ് ശരിക്കും ഇത് കുക്ക് ചെയ്യേണ്ടത്. പക്ഷേ അതിന് മുന്നേ ഒരു പ്രോസസ്സ് ഉണ്ട് കേട്ടോ. അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു പാൻ എടുക്കുക. പാൻ ചൂടായി വരുമ്പോഴേക്കും ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ഈ സമയത്താണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർക്കേണ്ടത്. കുറച്ച് മാത്രം സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ മീറ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഈ പാനിലിരുന്ന് ഫുള്ള് വേവരുത് കേട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ആ ഒരു ജ്യൂസിനെസ്സും അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ലൈറ്റ് ഫ്രൈ, സോഫ്റ്റ് ഫ്രൈ എന്നൊക്കെ പറയില്ലേ, ആ ഒരു അത്ര മാത്രം നമ്മളിവിടെ കുക്ക് ചെയ്താൽ മതി. 2 സൈഡും ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നേരിയ ഒരു ഗോൾഡ് ഷെയ്ഡ് വരുമ്പോഴേക്കും നമ്മുടെ പാനിലെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ ലാംബ് റാക്ക് നല്ല പെർഫെക്റ്റായിട്ടായി വന്നിട്ടുണ്ട്. ഇനിയാണ് കേട്ടോ നമ്മൾ ഓവനിലേക്ക് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ട്രേ ഒന്ന് സെറ്റ് ചെയ്യാം. അലൂമിനിയം ഫോയിലെല്ലാം വിരിച്ച് നമുക്ക് ആദ്യം ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ലാമ്പെല്ലാം ഇതുപോലെ ട്രേയിലേക്ക് വെക്കാം കേട്ടോ. ഞാൻ ഓവൻ 200 ഡിഗ്രിയിലാണ് കേട്ടോ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചത്. നോക്കിക്കേ, ഇപ്പോൾ പെർഫെക്റ്റ് ആയില്ലേ, നമ്മുടെ മസാല എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഓവൺ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 to 25 മിനിറ്റ്സ് നമുക്ക് ഓവനിൽ വെക്കാം കേട്ടോ. എല്ലാവരുടെ ഓവനിൽ ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ ആ ഒരു ഹീറ്റിൻ്റെ ഒരു ഇത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് പെർഫെക്റ്റായിട്ട് വെൽ കുക്കായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. 25 മിനിറ്റ്സിനൊന്നും വെക്കേണ്ട. ഇപ്പോൾ ഞാൻ 20 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ എൻ്റെ ഇത് പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റെസിപ്പിയാണ്. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ജ്യൂസിനെസ്സും ആ ക്രിസ്പിനെസ്സും ആ ഫാറ്റിൻ്റെ ഭാഗം കൊണ്ടൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ നമ്മളിത് തയ്യാറാക്കുമ്പോൾ തന്നെ വീട് നിറഞ്ഞ് അതിൻ്റെ മണം ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണേ.